ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 1 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പം നമ്മളങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഇങ്ങനെയായിരിക്കും തുടക്കം നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും, പക്ഷേ അല്ല. ഇന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, വാച്ച് റൗണ്ടും ഉദയസി കൊച്ചും കൂടി ചേർന്നിട്ടുള്ളൊരു ഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കപ്പിൾ ഷൂട്ടായിരുന്നു. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു വിഷ്വൽസാണ് അവർക്ക് വേണ്ടത്. അപ്പം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു. അപ്പം അങ്ങനെ റെഡിയായി ഓഫീസിലോട്ട് പോവാം. ഞാൻ എൻ്റെ ടൂ വീലർ മഞ്ഞ ഡിയോയിലാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അത് കാണിക്കാൻ വേണ്ടി ഞാൻ അതും ഇന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നേരത്തെ ഓഫീസിൽ എത്തിയുണ്ട്, ബഗ്ഗി സർവീസ് കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടൈം അനുസരിച്ചാണ് ബഗ്ഗി വരിക. അപ്പോൾ അങ്ങനെ ബഗ്ഗിയിലൊക്കെ കയറി USC ഓഫീസിലെത്തി. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞാലേ ഇനി നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാം. അപ്പം വർക്കിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ബിനി ഓഫീസിൽ നിന്ന് ഇന്നും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് വർക്ക് ഫ്രം ഹോം എടുത്ത് മെറ്റേണിറ്റി ലീവിന് പോവാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം വർക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു പോവുക, വീട്ടിലോട്ട് പോകാനുള്ള പാക്കിങ്. അവൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുക, ബേബി ബമ്പൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ചായയൊക്കെ കുടിച്ചു ഓഫീസിൽ നിന്ന് തന്നെ. അതിൻ്റെ വിഷ്വൽസായിട്ട് നിങ്ങൾ കാണുന്ന. അപ്പോൾ അവളോട് നിങ്ങൾ പറയും ലാസ്റ്റ് ചായയാണ് ഓഫീസിലെന്നൊക്കെ പറഞ്ഞ് അവളെ ചുമ്മാ ഇങ്ങനെ കരയിക്കോ എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീടെത്തിയാലും എനിക്കൊരു ചായ മസ്റ്റാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് വർക്ക് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വിചാരിച്ചു ഞാൻ നോർമലി ഒരു വീക്ക് കംപ്ലീറ്റ്ലി വീഡിയോസ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു അടുപ്പിച്ചെങ്കിലും വീഡിയോസ് ഇടുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഈ 30 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിതാ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു. കൊത്തു പൊറോട്ടയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. സൂപ്പറായി. ഇന്നത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.